2 ദിവസത്തെ കേരള സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൊച്ചിയിലെത്തും. വൈകിട്ട് 5 മണിയോടെ നെടുമ്പാശ്ശേരിയിൽ വിമാനമിറങ്ങുന്ന മോദി കൊച്ചി നേവൽ ബേസിലെത്തിയ ശേഷം ആദ്യം നഗരത്തിൽ ബിജെപിയുടെ റോഡ് ഷോയിൽ പങ്കെടുക്കും. 2ാം ദിവസം മറൈൻ ഡ്രൈവിൽ ബിജെപി യോഗമടക്കമുള്ള രാഷ്ട്രീയ പരിപാടികളിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുക. കൊച്ചി ഷിപ്പ്യാർഡിലെ പുതിയ പദ്ധതികളും ഉദ്ഘാടനം ചെയ്യും. വിവരങ്ങളുമായി ഗായത്രിയാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. ഗായത്രി, പ്രധാനമന്ത്രി ഇന്ന് കൊച്ചിയിലെത്തുകയാണ്. പ്രധാനമായും രാഷ്ട്രീയ പരിപാടികൾ തന്നെയാണല്ലോ ഈ വരവിലുള്ളത്. കൊച്ചിയിൽ ബിജെപിയുടെ രാഷ്ട്രീയ പരിപാടികളുണ്ട്. പിന്നെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അടക്കമുള്ള വിഷയങ്ങൾ ഗുരുവായൂരിലുണ്ട്. തൃപ്രയാർ സന്ദർശനം. ആ രീതിയിൽ ബിജെപി വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണോ ഇത്തവണത്തെ മോദിയുടെ വരവിനെ കാണുന്നത്? മനു, 2024 ആരംഭിച്ച് ഈ ദിവസത്തിനുള്ളിൽ തന്നെ 2ാമത്തെ തവണ പ്രധാനമന്ത്രി കേരള സന്ദർശനത്തെത്തുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിയോടുകൂടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലാണ് പ്രധാനമന്ത്രി വിമാനമിറങ്ങുക. തുടർന്ന് ഹെലികോപ്റ്ററിൽ കൊച്ചി നേവൽ ബേസിലെത്തും. അവിടെ നിന്ന് വൈകിട്ട് 6 മണിക്കുള്ള ആദ്യ BJP റോഡ് ഷോയിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത്. എറണാകുളം മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് അദ്ദേഹം താമസിക്കുന്ന ഗസ്റ്റ് ഹൗസ് വരെയുള്ള ഒരു ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ BJP റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ വലിയ ഒരു ജനക്കൂട്ടത്തെ അല്ലെങ്കിൽ പ്രവർത്തകരെ സംഘടിപ്പിക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് BJP എന്തായാലും ഉള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അവർ നടത്തി വരുന്നുണ്ടായിരുന്നു. അത്തരത്തിലൊരു വലിയ ചർച്ചയാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തായാലും BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ട്. അതോടെ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പരിപാടികൾ അവസാനിക്കും. നാളെയാണ് ഏറെ വിവാദമാക്കപ്പെട്ട പരിപാടികൾ ഉള്ളത് എന്ന് തന്നെ പറയേണ്ടി വരും. നാളെ രാവിലെയാണ് BJP നേതാവായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഗുരുവായൂരിൽ വെച്ച് നടക്കുന്നത്. ഏകദേശം 9 മണിയോട് അടുപ്പിച്ചാണ് ഈ വിവാഹം നടക്കുക. ഈ വിവാഹത്തിന് വേണ്ടി മറ്റ് വിവാഹങ്ങളെല്ലാം മാറ്റിവെക്കേണ്ടി വന്നതടക്കം ചർച്ചയായിരുന്നു. അതിനുശേഷം അദ്ദേഹം പോവുക ഏറ്റവും അവസാനമായി ഈ ഒരു പരിപാടിയുടെ സ്കെഡ്യൂളിലേക്ക് ആഡ് ചെയ്യപ്പെട്ട തൃപ്രയാർ രാമക്ഷേത്രത്തിലേക്കാണ്. ആ സന്ദർശനവും നടന്നതിന് ശേഷം തിരിച്ച് കൊച്ചിയിൽ മടങ്ങിയെത്തി കൊച്ചിൻ ഷിപ്പ്യാർഡിലെ പുതിയ പദ്ധതികളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. പുതിയ കപ്പൽ അറ്റകുറ്റപ്പണിശാലയുടെ അതും ഒപ്പം തന്നെ പുതിയ ഡ്രൈഡോക്കിൻ്റെയും പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വൈകിട്ട് മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ശക്തി കേന്ദ്ര സംഘം BJPയുടെ ഒരു നേതാക്കളുടെ ഒരു സംഗമം 7000-ഓളം പേർ പങ്കെടുക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി സംസാരിക്കും. ഇത്രയുമാണ് നാളത്തെ അല്ലെങ്കിൽ ഇന്നത്തെയും നാളത്തെയും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിൻ്റെ പരിപാടികൾ എന്ന് പറയുന്നത്. മുൻപ് സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്ന BJP റാലി ഒരു ശക്തി അറിയിക്കുക എന്നൊരു ലക്ഷ്യം തന്നെയാണ് ഉള്ളത്. പ്രധാനമന്ത്രി നേരിട്ട് അല്ലെങ്കിൽ അനൗദ്യോഗികമായ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്ന രീതിയിൽ തന്നെ വായിച്ചെടുക്കേണ്ട രീതിയിൽ 2ാമതും പ്രധാനമന്ത്രി എത്തുന്നു. നാളത്തെ പരിപാടികൾ ഈ ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം എന്ന് പറയുമ്പോൾ ഏറെ ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. ഈ ഒരു 9 മണിക്ക് നടക്കാനിരിക്കുന്ന ഒരു കല്യാണത്തിന് വേണ്ടി രാവിലെ 6 മുതൽ അല്ലെങ്കിൽ 9 മണി വരെയുള്ള സമയത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. മാസങ്ങൾക്ക് മുൻപേ നിശ്ചയിക്കപ്പെട്ട 11ഓളം വിവാഹങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ വധുവിനും വരനും ഒപ്പം 4 പേർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനകൾ ക്ഷേത്രം ജീവനക്കാർക്കടക്കം RT-PCR അടക്കം നിർബന്ധമാക്കിയിരിക്കുന്നു. അത്തരത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ നാളെ ഈ ഒരു മോദിയുടെ സന്ദർശനത്തെ തുടർന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നു. ഇന്ന് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ ഇന്നത്തെ ഈ ഒരു മകര ജ്യോതിക്ക് ശേഷമുള്ള ഈ ദിവസങ്ങളെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ പൊതുവെ തിരക്ക് കൂടുന്ന ദിവസം തന്നെ ശക്തമായ നിയന്ത്രണങ്ങൾ ഇന്ന് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നു. നാളെയും ഇത്തരത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ശക്തമായ നിയന്ത്രണങ്ങൾ നടക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതും നിർണായകമായതും എടുത്തു പറയേണ്ടതുമായ വിഷയം ഈ തൃപ്രയാർ ക്ഷേത്രത്തിലെ തൃപ്രയാർ രാമക്ഷേത്ര സന്ദർശനം തന്നെയാണ്. ആദ്യത്തെ പരിപാടിയുടെ സ്കെഡ്യൂളിൽ ഇല്ലായിരുന്ന പിന്നീട് എഴുതി ചേർക്കപ്പെട്ട ഒരു വിഷയം തന്നെയാണ്, ഒരു സന്ദർശനം തന്നെയാണ് തൃപ്രയാർ രാമക്ഷേത്രത്തിൽ നടക്കുന്നത്. ഈ അയോധ്യ പ്രതിഷ്ഠ അടക്കം നടക്കാനിരിക്കെ ഒരു മതപരമായ ചടങ്ങിനെ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കെ ഒരു 22-ാം തീയതി ഈ ചടങ്ങ് നടക്കാനിരിക്കെ തന്നെ കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് ഒരു നറേറ്റീവ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് തന്നെ അതിനെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി ഉയർത്തിക്കൊണ്ടുവന്ന് അതിനെ വോട്ടാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് ഈ തൃപ്രയാറിലെ രാമക്ഷേത്ര സന്ദർശനം പെട്ടെന്ന് എഴുതി ചേർക്കപ്പെട്ടത് എന്ന് തന്നെ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നു. ഏതായാലും ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ അനൗദ്യോഗികമായി അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഉണ്ടായില്ല എന്നെങ്കിലും കഴിഞ്ഞ തൃശ്ശൂരിലെ സന്ദർശനത്തിലാണെങ്കിലും ഒരു സുരേഷ് ഗോപിയെ മോദി തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെ തൃപ്രയാർ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമ്പോൾ എങ്ങനെ അതിനൊരു വോട്ടാക്കി മാറ്റാൻ സാധിക്കും വോട്ട് വീഴുമോ എന്നത് വേറെ കാര്യം. കാരണം നമുക്കറിയാം ഉത്തരേന്ത്യയുടെ ഒരു പൊതുവായ രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിന്റെ പുരോഗമന സ്വഭാവമുള്ള മണ്ണിലുള്ളത്. പക്ഷെ വേണമെങ്കിൽ ഒരു വേറിട്ട ചിന്ത ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു പരീക്ഷണമായിരിക്കാം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ ഗായത്രി പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി വടക്കുംനാഥന്റെ മുൻപിൽ വന്ന് വലിയ യോഗത്തിൽ പങ്കെടുത്ത് പോയതാണ്. പക്ഷേ അന്ന് അമ്പലത്തിൽ കയറുകയോ അമ്പലത്തിലോട്ട് പോവുകയോ ഒന്നും ചെയ്തിരുന്നില്ല, തൊട്ടടുത്ത് വന്നിട്ട് പോലും. പക്ഷേ ഈ വരവിൽ ഇപ്പോൾ
തൃപ്രയാറിലേക്ക് പോകുന്നത് ഒരു അത്ഭുതപ്പെടുന്ന ഒരു നീക്കം തന്നെയാണ്. കാരണം നമുക്കറിയാം ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ശ്രീരാമക്ഷേത്രങ്ങളിൽ ഒന്നാണ്. അയോധ്യയിൽ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തൃപ്രയാറിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ കൃത്യമായി ഒന്ന് രാഷ്ട്രീയം കണക്ട് ചെയ്യേണ്ടി വരും. അതിനെ ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും നമ്മൾ. തീർച്ചയായും മനോ, കഴിഞ്ഞ തവണ തൃശ്ശൂരിൽ വനിതകളുടെ സംഗമത്തിനെത്തിയപ്പോൾ വടക്കുംനാഥൻ്റെ മണ്ണിൽ നിന്ന് തന്നെയാണ് അന്ന് ഭക്തിയുടെ പേരിൽ പോലും ദർശിക്കാതെ മടങ്ങിയത്. അന്ന് ഈ തന്ത്രികളടക്കം അവിടെ മോദിയെ കാത്തുനിന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടതാണ്. ഇന്നും വടക്കുംനാഥൻ്റെ മണ്ണിൽ എത്തി നിൽക്കെ തന്നെയാണ് അവിടെ ദർശനം നടത്താതെ നേരെ തൃപ്രയാറിലേക്ക് പോകുന്നത് എന്നുള്ളത്. അത് ഏത് തരത്തിലുള്ള ഭക്തിയാണെന്നൊരു ചോദ്യം തന്നെ അവിടെ വീഴുന്നുണ്ട്. അവിടെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്തായാലും വ്യക്തമാണ്. ഒരു ക്രോധഭാവത്തിലുള്ള ഒരു രാമൻ്റെ പ്രതിഷ്ഠയാണ് എന്തായാലും തൃപ്രയാറിലുള്ളത്. അത്തരത്തിൽ രാമനിൽ നിന്ന് കേരളത്തിൽ എങ്ങനെ ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ രാമൻ എന്നൊരു രീതിയിലുള്ളൊരു പ്രവർത്തനങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അത് എങ്ങനെ കേരളത്തിൽ അതിൻ്റെ പേര് എങ്ങനെ കേരളത്തിൽ ഓടിക്കാം എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി തന്നെ എന്തായാലും ഈ തൃപ്രയാറിലെ രാമക്ഷേത്ര സന്ദർശനം വായിച്ചെടുക്കേണ്ടി വരും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ എങ്ങനെ വോട്ടാക്കാം, ഇല്ലെങ്കിൽ ഈ ഒരു അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ നടക്കാനിരിക്കെ അതിനെ എങ്ങനെ കേരളത്തിൽ വ്യാപിപ്പിക്കാം, അല്ലെങ്കിൽ കേരളത്തിൽ എങ്ങനെ ചർച്ചയാക്കാം, കേരളത്തിലെ ആളുകളിൽ എങ്ങനെ അതിനെ ഒരു വോട്ടാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളൊരു ആലോചനയുടെ ഭാഗമായി തന്നെ എന്തായാലും തൃപ്രയാറിലെ ഈ രാമക്ഷേത്ര സന്ദർശനം വായിച്ചെടുക്കേണ്ടി വരും. ഈ കഴിഞ്ഞ തവണയൊക്കെ ഈ തൃശ്ശൂരിലെത്തിയപ്പോഴൊക്കെ ആ ഒരു മരം മുറിക്കലൊക്കെ വലിയ വിവാദം ആകേണ്ട ഒരു സാഹചര്യം, വിവാദമാകാതെ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മുൻപുള്ള ഒരു പൊതുപരിപാടികൾക്കൊക്കെ ആ ക്ഷേത്രത്തിലെ ആ പരിസരങ്ങളിലേക്ക് തെക്കൻകട മൈതാനത്തേക്ക് മരങ്ങൾ മുറിച്ചു മാറ്റിയപ്പോൾ അത് ശിവന്റെ ജടയാണെന്നുള്ള രീതിയിൽ വളരെ വലിയ പ്രശ്നങ്ങൾ ഉയർന്നപ്പോൾ ഈ മോദിയുടെ സന്ദർശന സമയത്ത് ആ മരങ്ങളെല്ലാം മുറിച്ചു നീക്കിയിരുന്നു. തുടർന്ന് ഇന്ന് ഈ തൃപ്രയാറിലേക്ക് പോകുന്ന വഴി അവിടെ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഇടത്തെ മരങ്ങളടക്കം മുറിച്ചു മാറ്റുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പലതും വിവാദമാവുകയും വിവാദമാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാര്യം കൂടി എന്തായാലും ഈ അവസരത്തിൽ പറഞ്ഞു പോകേണ്ടതുണ്ട്. മറ്റുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു മറൈൻ ഡ്രൈവിൽ നടക്കുന്ന ശക്തി കേന്ദ്ര സംഗമം എന്ന ഒരു പരിപാടിയാണ്. അത് കേരളത്തിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ശക്തി കേന്ദ്ര സംഗമം എന്നുള്ളൊരു പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് തന്നെ. അത് ആദ്യം തന്നെ കേരളത്തിൽ ആകുന്നു ഒരു പ്രത്യേകത എന്ന ഒരു പ്രത്യേകത കൂടി